അങ്ങനെ നമ്മൾ 3 നോമ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് നോമ്പ് 4ആയി. 4ാമത്തെ ദിവസം. എത്ര വേഗ ദിവസങ്ങളിൽ ഇങ്ങനെ പോകുന്നത്. ഇനിയിപ്പോ നാളാന്ന് പറയുമ്പോഴത്തേക്ക് പെരുന്നാളും ഇങ്ങാവും. അതുകൊണ്ട് കിട്ടിയ റമദാൻ നമുക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക, ഇബാദത്ത് ചെയ്യുക, റിവാർഡ്സ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുക ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ ലുഹറെല്ലാം നിസ്കരിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാ പണിയെടുക്കാൻ. എന്നിട്ട് മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് എല്ലാ പണി തീർത്ത് വെക്കുകയും ചെയ്യും. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും. രണ്ടാളെല്ലാം ഉണ്ടെങ്കിലും 3 മണിക്ക് ഇറങ്ങിയാൽ കുക്കിംഗ് എല്ലാം ഷെയർ ചെയ്തിട്ട് സുഖമായിട്ട് 6 മണിക്കേക്ക് പണി തീർക്കും. ഡിന്നറിനേക്ക് ഉമ്മ ഇവിടെ നൂൽപുട്ടാക്കുന്നുണ്ട്. ഇടിയപ്പം, നമ്മളെ നാട്ടിൽ ഇതിന് നൂൽപുട്ട് എന്നാ പറയല്. നോമ്പ് തുറക്കുമ്പോ ചക്ക ജ്യൂസാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ടേബിളിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് മതി, ബാക്കിയാക്കണ്ടല്ലോ. ആൻഡ് സ്നാക്സ് ആയിട്ട് ബ്രെഡ് സാൻഡ്വിച്ച്. നോമ്പ് പറ്റിയിട്ട് രാവിലെ എല്ലാം വിചാരിക്കോ നോമ്പ് തുറന്നിട്ട് വാരി വലിച്ചു തിന്നണമെന്ന്. പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാല് 2 എണ്ണം തിന്നുമ്പോഴത്തേക്ക് വയറങ്ങ് ഫുള്ളാവും. നോമ്പെല്ലാം തുറന്ന് ഡിന്നറെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കുടിക്കാനുള്ള തെരികാച്ചതാണ് ഈടെ ഇപ്പം പതിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബാങ്കെല്ലാം കൊടുത്ത് നോമ്പെല്ലാം തുറക്കുന്ന നമ്മൾ ഫസ്റ്റ് നോമ്പ് തുറക്കുന്ന പാട് വെറും ഫ്രൂട്ട്സും ജ്യൂസും മാത്രം കുടിക്കും. അത് കഴിഞ്ഞിട്ട് നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞിട്ടാണ് ചായ കടി. എന്നിട്ട് തറാവിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിന്നർ. വെജിറ്റബിൾ കറി ഇന്നലത്തെ കറി ഇന്നത്തെ കറി എല്ലാം കൂടി കൂട്ടി കുഴച്ച് തിന്നുമ്പാന്ന് കുശാലാവുക.